പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ തലേ ദിവസം ആ കുടുംബത്തിൽ വന്ന് ഒന്ന് ചേരുകയും പിറ്റേ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തിയോടൊപ്പം പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയും പരസ്പര സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന് പ്രകാരമാണ് നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട ഡിനിമോളിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മളെല്ലാവരും ഭവനത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. ഈ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ മകൾക്ക് വേണ്ടിയിട്ടും ഈ മകളുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന മകന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബം പോലെ വിശുദ്ധമായൊരു കുടുംബം ഈ മകൾക്കുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹ വാഗ്ദാനത്തിനായി ഭവനം ഒരുങ്ങി നിൽക്കുന്ന ഈ മകളെ അങ്ങ് ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ മകൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇസ്ഹാക്കിനെയും റബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശിയാക്കിയ കർത്താവെ, ഈ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച ഈശോയെ, ഈ മകളുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായി ഇവരെ സമാധാനത്തിലും ഐക്യത്തിലും മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ബന്ധനങ്ങളോടെയും പ്രമാണങ്ങളോടെയും ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ദൈവമേ, അങ്ങയുടെ സ്വന്തം ജനമായി ഞങ്ങൾക്കും അങ്ങയുടെ വചനത്തിന്റെ പാത തുറന്നു തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ വിവാഹ വിരുന്നിന്റെ ഉപമയില് ഈശോയുടെ ഈ 6 കൽഭരണികളെ കുറിച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് 6 എന്ന് പറയുന്നത് അപൂർണതയാണ്, കുറവുകൾ നിറഞ്ഞതാണ് 6 എന്ന് പറയുന്ന സംഖ്യ. അതായത് 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ എഴുതി വെക്കുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് ആ വിവാഹ വിരുന്നിന്, ആ കുടുംബത്തിന് ചില കുറവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ആ കുടുംബത്തിന്റെ ഒരു കുറവ് ഈശോ വന്നു കഴിയുമ്പോൾ അത് നിറവുകളാക്കി മാറ്റുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഡിനിമോളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് കുറവുകളും പോരായ്മകളും ഉള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ബലഹീനരാണ്, നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, നമ്മുടെ തീരുമാനങ്ങളിൽ തെറ്റുകൾ പറ്റുന്നുണ്ട്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിലൊക്കെ നമുക്ക് കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള മനുഷ്യരാണ്. നമ്മൾ വളരെ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വീണു പോകുന്ന പാപ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കുറവുകളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കി മാറ്റുന്നത്, നമ്മുടെ കുറവുകളിൽ ദൈവകൃപ നിറയുന്നത്, അത് ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. പ്രിയപ്പെട്ട ഡിനിമോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവ സാന്നിധ്യം നിലനിൽക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പടിയിറക്കി വിടരുത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും പടിയിറക്കി വിടരുത്. നമ്മുടെ കുടുംബം ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളിൽ നിന്ന് കൃപയും അഭിഷേകവും ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവർ സ്വയം സജ്ജരാകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് വിവാഹാർത്ഥിക്കൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ആർപ്പ് വിളിക്കുവിൻ എന്ന് ഏറ്റു പറയാം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന് മഹത്വം പ്രവർത്തിക്കുവേൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവേൻ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവേൻ, അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളിയെണ്ണ പോലെ അങ്ങ് പരിശോധിച്ചു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങോട്ടുള്ള എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു, എന്റെ നാവ് കൊണ്ട് ഞാൻ അവിടത്തേക്ക് കൊടുത്തി. ദൈവം വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, മധുരം വെക്കൽ പരമ്പരാഗതമായി നമ്മുടെ സഭയിൽ അനുഷ്ഠിച്ചു പോകുന്ന ഒരു കർമ്മമാണ്. മധുരം എന്നതുകൊണ്ട് മധുരമായ കുടുംബജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. മധുരം വയ്ക്കട്ടെ എന്ന അവകാശിയുടെ അനുവാദം ചോദിക്കൽ വിവാഹാർത്ഥിയെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സമൂഹത്തോടുള്ള അനുവാദം ചോദിക്കൽ കൂടിയാണ്. ഈ സമയത്ത് മധുരം വയ്ക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ആസ്വദിക്കുകയാണ്.
കാനായിലെ കല്യാണത്തിന് വെച്ച് വെള്ളം വീഞ്ഞാക്കി ദമ്പതികളോടുള്ള അഗാധമായ സ്നേഹം വെളിപ്പെടുത്തി ഈശോയെ ഈ മധുര ഭോജനത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഇവിടെ ദാമ്പത്യ ജീവിതത്തെയും ഇതുപോലെ മാധുര്യമുള്ളതാക്കണമേ. വിനയവും ശാന്തതയും സൗമ്യതയും കാരുണ്യവും ഇവരുടെ ജീവിതത്തിൽ നിറയുവാൻ ഇടയാക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യനെ ഏകനായിരിക്കുന്ന നമ്മളെല്ലാവരും ചേർന്ന് ഇണയെ ഞാൻ നൽകുമെന്നല്ല ചെയ്ത് ജീവിത സഖിയെ നൽകി അങ്ങ് ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തു. ഞങ്ങളുടെയും അവൻ അങ്ങ് സ്ഥാപിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണല്ലോ. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ജലജലത്തെ ദൈവവഴിയിൽ ജീവിതാന്ത്യം തുടരുവാൻ കർത്താവേ ഇവളെ നീ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കുവാനുള്ള സന്നിഹിതരായ എല്ലാവരെയും സ്നേഹനിധിയായ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു മനോഹരമായ യാത്രയുടെ തുടക്കത്തിന് സാക്ഷികളാകാനാണ്. രണ്ടു ഹൃദയങ്ങൾ ഒരുമിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാനൊരുങ്ങുന്ന ഈ സുന്ദര നിമിഷം ഇത് ഒരു ചടങ്ങ് മാത്രമല്ല, ഇത് സ്നേഹത്തിന്റെ ഒരു ആഘോഷമാണ്. അതെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സ്വന്തം ഉണ്ണി ചേച്ചിയുടെ മധുരവെപ്പ് ചടങ്ങിനാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ taste and see that the Lord is good. Blessed is the one who takes refuge in him. ഇന്നത്തെ ഈ മധുര നിമിഷങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇനി ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ, അതായത് നിരുമോൾ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഉണ്ണി ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's put your hands together to welcome ഉണ്ണി ചേച്ചി onto the stage.
It always protects, always trusts, always hopes, and always preserves. ഈ വചനം ഉണ്ണിച്ചേച്ചിയുടെ ജീവിതത്തിന്റെ പ്രതിബിംബമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങായ മധുരവെപ്പിലേക്ക് നമുക്ക് കിടക്കാം. മധുരം വെക്കുന്നതിനായി ഉണ്ണിച്ചേച്ചി ആംഗല ഫെബിൻ ചേട്ടായിനെ ഒപ്പം സേതു ചേച്ചിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേച്ചിയുടെ സ്വന്തം അപ്പനും അമ്മയും തന്നെയാണ്. അവരുടെ കൂടെ അപ്പനെയും അമ്മേനെയും, അതായത് നമ്മുടെ സ്വന്തം ഉണ്ണിമമ്മീനെയും ഉണ്ണിപ്പപ്പനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം വെക്കട്ടെ, ഉണ്ണിക്ക് മധുരം വെക്കട്ടെ, നമ്മുടെ ഉണ്ണിക്ക് മധുരം വെക്കട്ടെ, ഡിനുവിന് മധുരം വെക്കട്ടെ. We're 16, we want the same things, we dream the same dreams, alright. I got it all, cause she is the one. Her mom calls me love, but dad calls me son, alright. Alright. I know for sure. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her all away. Couple billion in the whole wide
down before. And she knows that I'm never gonna let another take a love from me now. Everybody wants to steal my girl. Everybody wants to take her love away. Couple million in the whole wide world. We'll find another one 'cause she belongs to me. Everybody wants to steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. She belongs to me. She belongs to me. My hope is built on nothing less than Jesus' blood and righteousness. I dare not trust the sweetest frame, but wholly trust in Jesus' name. Christ alone, cornerstone, weak made strong in the Savior's love. Through the storm, He is Lord, Lord of all. When darkness seems to hide His face, I rest on His unchanging grace. In every high and stormy gale, my anchor holds within the veil. Christ alone, cornerstone, weak made strong in the Savior's love. Through the storm, He is Lord, Lord of all. He is Christ alone, cornerstone, weak made strong in the Savior's love. Through the storm, He is Lord, Lord of all, Lord of all. Christ alone. Here we go. See? That's not hard. Let's try with some rhythm. Here we go. Take it slow. Again. And stop. First things first, you're a superstar. Breaking on the scene, you gotta believe. If you want it, got it. It's all yours. You can find it. Gonna turn it up tonight. And name up the lights will glow. 5, 6, 7, 8. Ooh, baby, you're so fine. Everything will be alright. We're gonna work it out. We're gonna work it out. Looking good, so
will be alright. We're gonna work it out. We're gonna work it out. Looking good, super fly. Move your body double time. We're gonna work it out. We're gonna work it out. Ooh, yeah, 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 yeah. We're gonna work it out. We're gonna work it out. Ooh, yeah, 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 yeah. We're gonna work it out. We're gonna work it out. 5, 6, 7. Step 1, reach high. Step 2, and free your mind. Step 3, just let it slide. Do it all again. Step 1, reach high. Step 2, and free your mind. Step 3, just let it slide. Just let it slide. We can work it, we can work it, we can work it, we can work it out. We can work it, we can work it, we can work it, we can work it out. We're gonna work it out, yeah. We can work it, we can work it, we can work it, we can work it out. We can work it, we can work it, we can work it, we can work it out. We're gonna work it out, yeah. മംഗളകർമ്മത്തെ വിനുവിനെയും ജോസിയും ഒക്കെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് നീയോട് യാചിക്കുകയാണ്. നല്ല സന്തോഷപ്രദമായ സമാധാനമായിട്ട് മുൻപോട്ട് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവർ താങ്ങും തണലുമായിട്ട് നിൽക്കുവാനായിട്ട് മുൻപോട്ട് എല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഇവരുമായിട്ട് ഇടപെടുന്നവരിലെല്ലാം ഇവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് കൃപയായിരിക്കണമേ. വിവേകവും വിജ്ഞാനവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മയെ മാതാവി ഇവരൊരു നല്ല കുടുംബജീവിതത്തിന് വേണ്ടി അവർക്ക് നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് യാചിച്ചുകൊണ്ട് എത്രയും ദയയുള്ള മാതാവേ, എൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവരെയും കന്യയുടെ രാജ്ഞിയായ ദൈവീയ മാതാവേ, വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു അറിയുന്നു മാതാവേ എൻ്റെ സുഭാഷ് മൂന്നാം അധ്യായം 1 വചനങ്ങൾ. കർത്താവിനോട് സ്വസ്ഥത. മകനെ, എൻ്റെ ഉപദേശം സ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കൃത്യയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോട് വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധി ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും.
ഞാൻ എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നടന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെയും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കകളിൽ നീ കവിയുകയും ചെയ്യും. കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. Life goes flashing by, lifts me off my feet. Broken wings don't fly, I can't breathe. You know that I need you. Your smile and it pulls me through. Spinning out of time, falling far too deep. You're my perfect sky, sets me free. You know that I need you. Your smile and it pulls me through. Whenever I feel far from home, facing the world on my own, you are the calm in my storm. You are the light that's guiding me. The only one I see, the only one I need. You're my gravity. Waves come crashing in, I can't find my feet. There you are behind, holding me. You know that I need you. Your smiling and pulls me through. Whenever I feel far from home, facing the world on my own, you are the calm in my storm. You are the light that's guiding me. The only one I see, the only one I need. You're my gravity. You're my gravity. You're my gravity. You're my gravity. Whenever I feel far from home, you are the calm in my storm. Whenever I feel far from home, facing the world on my own, you are the calm in my storm. You are the light that's guiding me. The only one I see, the only one I need. You're my gravity. You're my gravity. Whenever I feel far from home,
facing the world on my own. You are the calm in my storm. You are the light that's guiding me. The only one I see, the only one I need. You're my gravity. You're my gravity. You're my gravity. Life goes flashing by, lifts me off my feet. Broken wings don't fly, I can't breathe. You know that I need you. You smile and it pulls me through. Spinning out of time, falling far too deep. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ജോസിയുടെ അനിയനായ ജോബി അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ അരീക്കുമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടർ പ്രിയപ്പെട്ട ജിൻസ് പ്ലാവനിക്കുംപറമ്പിൽ അച്ഛനാണ്. അച്ഛൻ ജോസിയേട്ടനും കുടുംബവും നാടുകളായിട്ട് സെമിനാരിയിലുള്ള വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അവരോടുള്ള സ്നേഹത്തെ പ്രതിയും അതുപോലെ തന്നെ അവരോടുള്ള നന്ദി കാണിക്കാനും കൃതജ്ഞതയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത്. അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഈ അരീക്കുമലയുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവരുടെ ബന്ധുമിത്രാദികളും മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിക്കുമ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയിലേക്കും മനുഷ്യവംശത്തിന് നിലനിൽപ്പുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിന്റെയും അവന്റെ ജീവിത പങ്കാളിയായ തെരഞ്ഞെടുക്കപ്പെട്ട റബേക്കയെയും അനുഗ്രഹിച്ച് കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് മുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. കണ്ടെത്തുവാൻ വഴിയൊരുക്കുക കർത്താവേ. വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ദരിദ്രരാകാൻ വിശുദ്ധവരെ കർത്താവിനെ തേടുന്നവർക്കും നന്മകൾക്ക് കുറവുണ്ടാവുകയില്ല. മക്കളെ വന്നു കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ തിന്മയിൽ നിന്ന് വാങ്ങിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അകലത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അബദ്ധത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്യും. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കി കർത്താവേ. വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതുമെന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ് മുടിഞ്ഞോടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലതിനെ നാഥനും സൃഷ്ടാവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമായുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സുവിശേഷ വെളിച്ചത്താ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. വിശ്വസിക്കായും ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വികാരേശൻ ജോലി പുതുമനച്ച, ഏറെ സ്നേഹം നിറഞ്ഞ ജോലിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ നമ്മൾ ഒരുമിച്ച് കൂടാൻ കാരണക്കാരായ പ്രിയപ്പെട്ട ജോസി, പ്രിയപ്പെട്ട ടിനു, നിങ്ങളെല്ലാവരും രണ്ടുപേരും ഇത് മനോഹരമായി ഇവിടെ ദേവാലയത്തിലായിരിക്കുന്നുണ്ട്. ടെൻഷനുണ്ടോ? നമുക്ക് ചിരിക്കാൻ കാരണം നമ്മൾ ഏറ്റവും നല്ലൊരു സ്ഥലത്താണുള്ളത്, ദേവാലയത്തിലാണുള്ളത്. അപ്പം നമുക്ക് ആദ്യം നല്ല ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ദൈവം നൽകിയ മക്കളെ ഇതുവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഒരു വിവാഹ അന്തസ്സിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നിങ്ങൾ ഉറപ്പായിട്ടും ഇത്രയും കാലത്തെ ജീവിതം മുന്നോട്ട് പോയി. അതിന് നിങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഈ വിവാഹത്തിലേക്ക് ഒരുങ്ങി പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ആശംസ ഇതാണ്, നിങ്ങൾ ഒരുമിപ്പിക്കുന്ന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിതാവസാനം വരെ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടു കൂടെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല കുടുംബം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആദ്യം പറയാനുള്ള കാര്യം ഇതാണ്, ദൈവമാണ് നിങ്ങളെ ഒരുക്കുന്നതും ദൈവമാണ് നിങ്ങളെ ഒരുമിപ്പിക്കുന്നതും. ഇതൊരു കൂദാശയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോകാം ഭാഗത്തിലൂടെ. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പ്രിയപ്പെട്ട ഒത്തിരി ആൾക്കാർ, പ്രിയപ്പെട്ട ഈ ജോസിയുടെയും ഡിനുവിൻ്റെയും ഈ വാഗ്ദാന കർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവമേ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വിവാഹ ജീവിതം നയിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജോസിയുടെ പ്രിയപ്പെട്ട അപ്പ അമ്മ, ജെയിംസ് ചേട്ടനും ഡേസ് ചേച്ചിയും, അപ്പോൾ ഡിനുവിൻ്റെ പ്രിയപ്പെട്ട അപ്പയും അമ്മയും ജോസ് ചേട്ടനും ഗ്രേസ് ചേച്ചിയും. നമുക്കറിയാം, സുന്ദരമായ നിമിഷം, രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന വളരെ സുന്ദരമായ നിമിഷം കൂടിയാണ്. ചരണിൽ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് ഇവിടെ എത്തി ഈ ചെറിയ രീതികളിലേക്ക് എത്തുന്നു. വിവാഹത്തിലൂടെ ഒത്തിരിയേറെ നന്മകൾ സംഭവിക്കുന്നുണ്ട്. ഇവരൊരുമിക്കുന്ന പോലെ തന്നെ രണ്ട് കുടുംബങ്ങളും ഒരുമിക്കാൻ വേണ്ടി പോവുകയാണ്. പുളിശ്ശമാക കുടുംബവും പാറയ കുടുംബാംഗങ്ങളും. അപ്പം എത്രയോ നല്ല കാര്യങ്ങളാണ് വിവാഹ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോവുക. പ്രിയമുള്ളവർ, എന്താണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. കാരണം ഒത്തുകല്യാണത്തിന് പ്രസംഗം നിന്ന് പോയി ചെയ്യാറില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം പ്രസംഗമൊക്കെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബൈബിൾ ഒത്തിരിയേറെ കുടുംബങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ കുടുംബം എന്ന് പറയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ പ്രത്യേക കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ചൈതന്യത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൂരെ നിന്ന് മാറി നോക്കി കാണാം. പ്രിയമുള്ള ഈശോ പിന്നെ ഒത്തിരിയേറെ കുടുംബങ്ങളെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ തരുന്നുണ്ട്. ഇപ്പൊ ജോസി പ്രിയപ്പെട്ടിനു, എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. പഴയ നിയമത്തിൽ കാണുന്ന സുന്ദരമായ ഒരു കുടുംബം ആദത്തിന്റെയും ഹവ്വയുടെയും കുടുംബമാണ്. ദൈവത്തിന് കൂടെ നടന്ന നല്ല മനോഹരമായ കുടുംബം, ദൈവത്തിന് കൂടെ നടക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ആദവും ഹവ്വയും. ഇതുപോലെ ഒരു സൗഭാഗ്യം അനുഭവിച്ച വേറെ കുടുംബം ബൈബിളിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവർ ആഗ്രഹിക്കുന്ന എന്തും അവരുടെ കയ്യിൽ കിട്ടുമായിരുന്നു. അങ്ങനെ പ്രിയമുള്ള ജോസി, ഡിനു, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ദൈവമാണ് നിങ്ങൾ ഒരുമിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതയാത്രയെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സാവണം. നിങ്ങളുടെ സമൃദ്ധിയിൽ ഉറപ്പായിട്ടും ദൈവം കൂടെയുണ്ടെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. പക്ഷെ ഇവിടെ പറ്റിയത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ദമ്പതികൾ ആദവും ഹവ്വയും ദൈവത്തിന്റെ വാക്കുകൾ കാതോർത്ത പോലെ നമുക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, അവർ പിശാചിന്റെ വാക്കിനും കാതോർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് വരുന്ന ദുരന്തം എന്ന് പറയുക, പറുദീസായി അവർ പുറത്താക്കപ്പെടുന്ന സാഹചര്യം വന്നു. ഇവിടെ ഒത്തിരിയേറെ ആൾക്കാർ കുടുംബം നയിക്കുന്നവരാണ്. അറിയാം, ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കേണ്ടതുണ്ട്. വിവാഹ സമയത്ത് ജപമാലകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. അത് കേവലം ഒരു ആഭരണമായിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടാനുള്ള വസ്തുവായിട്ട് കണക്കാക്കരുത്. മറിച്ച് വിവാഹ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടുകൾ കുത്തി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് സമൃദ്ധി ഒത്തിരിയേറെ നൽകുമ്പോൾ ദൈവത്തിന് ഒരു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഒത്തിരി അനുഗ്രഹം വർഷിക്കപ്പെടും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒത്തിരിയേറെ വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടങ്ങളുണ്ട്. കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുക, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയണം. ഇവിടെ കോംപ്രമൈസ് ചെയ്ത് സാത്താൻ പറഞ്ഞ കാര്യം കേൾക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവർക്ക് ഒത്തിരിയേറെ വെല്ലുവിളി ജീവിതത്തിൽ വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജോസി, ഡിനു, ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുക, പുതിയ നിയമത്തിൽ കാണുന്ന യവസപിതാവിന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കുടുംബമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ നമ്മൾ ആവോളം സ്നേഹിക്കുന്നുണ്ട്, യവസപിതാവിനെ നമ്മൾ ആവോളം സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? പച്ചയായ യാഥാർത്ഥ്യങ്ങളോടെ കടന്നുപോയ ദമ്പതികളാണ് യവസപിതാവും പരിശുദ്ധ കന്യകാമറിയവും. ഇതുപോലെ സഹനങ്ങൾ സ്വീകരിച്ച വേറെ ദമ്പതികൾ ഈ ലോകത്തിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, യവസപിതാവിന്റെയും മാതാവിന്റെയും കൂടെ. സമൃദ്ധിയേക്കാൾ അതിനാണ് ഉപരിയായിട്ട് കുറവുകളായിരുന്നു യവസപിതാവിന്റെയും മാതാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ തുടക്ക സമയം തൊട്ട് തന്നെ യവസപിതാവ് ചെയ്ത കാര്യം, തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിശുദ്ധ കന്യകാമറിയത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ജോസി, ഡിനു, ജീവിതം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം കല്യാണത്തിലൂടെ അവസാനിക്കും. പിന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതമാണ്. അവിടെ ഉറപ്പായിട്ടും സന്തോഷം മാത്രം പ്രതീക്ഷിക്കാതെ നമുക്കറിയാം. കുടുംബീയ സമ്മിശ്ര വികാരങ്ങളുടെ കൂട്ടാണ് നമുക്കറിയാം. അവിടെ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമാണ് എല്ലാം ക്രമീകരിക്കുന്ന ബോധ്യം നിങ്ങളുടെ ജീവിതയാത്രയെ ശക്തിപ്പെടുത്തട്ടെ. ഉണ്ണിയേശുവിന്റെ സാന്നിധ്യം യേശുപിതാവിന്റെയും മാതാവിന്റെ ജീവിതത്തിലുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അവിടെ എപ്പോഴും സന്തോഷം മാത്രം പ്രതീക്ഷിക്കാതെ വേദനകളും സങ്കടങ്ങളുണ്ട്, അതും സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ദമ്പതികളായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിരിക്കും. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സംഭവത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയം നടത്തുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വാഗ്ദാനം നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ ഏലിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഏലി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിൽ വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ വർഗീസ് ഏലി നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ മറിയത്തിന്റെയും തിരുകുടുംബനാഥനായ മറിയൂസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വിവാഹ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യസന്ധതയിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹം എന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരക്കിലുകളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past our satellites. You can see the world you've brought to life. It's a life. So love me like you do, love me like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you
the much awaited moment of the day have finally arrived. Here we have a couple looking absolutely gorgeous together. So ladies and gentlemen, please put your hands together to welcome the stars of the day, Dinu and Josie, onto the stage. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുത്ത് ഈ ബ്യൂട്ടിഫുൾ കപ്പിളിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Everyone നല്ലൊരു കൈ കൊടുത്താലോ?
എല്ലാവർക്കും നമസ്കാരം. ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു ബ്യൂട്ടിഫുൾ ഇവന്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ദിനു and Josie, first of all, congratulations and I wish you a lifetime of love and happiness. Yes, so നമ്മുടെ ഗ്രാൻഡ് സെലിബ്രിറ്റീസ് രണ്ടാളും ഒരുമിച്ച് നമ്മുടെ സ്റ്റേജിൽ നിൽക്കുകയാണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടി ഒരു ഫുൾ ഓൺ ഫുൾ പവറിൽ നല്ലൊരു കൈ കൊടുക്കാമോ? Yes, thank you so much. I was thinking ഈ രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷനൊക്കെ ആവശ്യമാണ്. കാരണം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഒഫീഷ്യാലിറ്റിയുടെ ഭാഗമായി രണ്ടാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജോസി കുഴിച്ചുവാൾക്കൽ കുടുംബാംഗമാണ്. പ്രൗഡ് സൺ ഓഫ് മിസ്റ്റർ ജെയിംസ് ആൻഡ് മിസ് ഡെയ്സി ജെയിംസ്. സോ ലെറ്റ് us all do one thing. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ജോസിനെ വെൽക്കം ചെയ്തുകൊണ്ട് നല്ലൊരു കൈ കൊടുത്താലോ? All about the lovely lady over here, Lily Joseph. She is member of Parnell family. Proud of Mr. Joseph and Miss Daisy. So നമ്മുടെ ടീമിലും നല്ല രീതിയിൽ എല്ലാവിധ മക്കളും ചേർന്നുകൊണ്ട് നല്ലൊരു കൈ കൊടുക്കാലോ? So finally ഇന്ന് വിശുദ്ധയുടെ ദൈവവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നൊരു ബിഗ് പ്രോമിസുമായിട്ട് രണ്ടാൾ ഇവിടെ ഒരുമിച്ചിരിക്കുവാണ്. മൂവ്മെന്റിലൂടെ രണ്ടുപേര് കടന്നു പോവാണ്. രണ്ടുപേരുടെ ആ ഒരു ചിരി കണ്ടാൽ അറിയാം എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. എന്നാലും ഈ ഒരു നിമിഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ഒത്തു തോന്നുന്നു. സന്തോഷമാണ്. കൂടുതൽ വാക്കുകളൊന്നും വരുന്നില്ല അല്ലേ? എന്നാൽ ഒന്നുകൂടി ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടു, പരസ്പരം മനസ്സിലാക്കി, എന്തൊക്കെ പിരിഞ്ഞപ്പോഴായിരുന്നു കൂടെ ലൈഫിൽ എന്നും ഇയാൾ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കുറേ കൂടി മനോഹരമാകുമെന്ന് ഉറപ്പിച്ചത് എന്തൊക്കെ മനസ്സിലാക്കിയപ്പോഴായിരുന്നു? ഞാനൊരു ഒരു വർഷത്തെ നീണ്ട കാലയളവാണ് ഇന്ന് വരുന്നത്. ആ ദൂരത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ മനോഹാരിത എന്താണെന്ന് ഞങ്ങൾ ഒരു വർഷം രണ്ടുപേരും നന്നായി മനസ്സിലാക്കിയ സമയമാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടിന് കൂടിയല്ല എന്നുള്ളത് കൃത്യമായിട്ടൊരു കാര്യമാണ്. അവരുടെ സ്നേഹം, സപ്പോർട്ട് തന്നെ ഏറ്റവും മുന്നോട്ട് പോകാൻ ധൈര്യം തരുമെന്ന് വിശ്വസിക്കുന്നു. പറയാതെ തന്നെ കയ്യിൽ ശരിയാണ്. സോ വിനോദ്, എന്തുകൊണ്ടായിരുന്നു ജോസി ഈസ് ദ വൺ എന്ന് റിയലൈസ് ചെയ്യുന്നത്? മനസ്സിലാക്കിയുള്ള ഈ ഒരു ജീവിതം എന്നും ദൈവാനുഗ്രഹത്താൽ സ്നേഹത്താൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നതിന് രണ്ടാളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വെരി ഹ്യൂജ്. ആൻഡ് രണ്ടാളുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ, ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ആദ്യമേ തന്നെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Let me begin with Josie's parents first. ആദ്യമേ തന്നെ ജോസിയുടെ മാതാപിതാക്കളെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Ladies and gentlemen, please put your hands together to welcome Mr. James and Miss Daisy James. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുത്ത് ഈ ബ്യൂട്ടിഫുൾ കപ്പിളിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
ഡിനുവിന്റെ പാരന്റ്സിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Ladies and gentlemen, please put your hands together to welcome Mr. Joseph and Miss Daisy. നല്ലൊരു കൈകൊണ്ട് ഇവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇനി ഡിനുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചിയെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്റ്റീനമ്മ ആന്റിനെ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇവര് മാത്രം ഇവിടെ എത്തിയാൽ പോരല്ലേ, കുറച്ചു പേര് കൂടി എത്തേണ്ടതുണ്ട്. ചെറുപ്പം മുതലേ കളിച്ചും ചിരിച്ചും അടിയൊക്കെ ഉണ്ടാക്കി വഴക്കൊക്കെ ഉണ്ടാക്കി എല്ലാ സന്തോഷങ്ങളിലും സംഘടനകളിലും കൂടെ നിന്ന കുറച്ചു പേര് കൂടിയുണ്ട്. അവരെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ജോസിക്ക് 2 യങ്ങർ ബ്രദേഴ്സ് ആണുള്ളത്. സോ അതിനെ തന്നെ ജോസിന്റെ ബ്രദർ ഫാദർ ജോബിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അച്ഛനെ നല്ലൊരു കൈ കൊടുത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. രണ്ടുപേർക്കും നല്ലൊരു കൈ കൊടുക്കാനോ. ഫൈനലി ദിനുവിന് ഒരു ചേട്ടനാണുള്ളത്, മിസ്റ്റർ ഫെബിൻ. സോ ഈ ഒരു അവസരത്തിൽ I would like to invite Mr. Febin Joseph and his better half Miss Sindhu Lakshmi all to the stage. എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുത്ത് ഒരു 3 കപ്പിളിലേക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. And finally the stage is complete. ഇപ്പോഴാണ് നമ്മുടെ സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. Once in a lifetime, you come along, pushing the boundaries, writing a song. And maybe tomorrow we can be great, but just for the moment, it's a beautiful day. 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 It's a beautiful day.
about you, girl. I will never let you go. You're in my soul. I won't forget you, girl. You left me all alone. And I hate that I love you, girl. I promise you, promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. Oh, won't you love me again? You know how I feel inside me. Every breath I take, you know there's no one beside me. I will be okay. I forever love you, girl. Just be on mine. You in my heart. I really want you, girl. I dream about you, girl. I will never let you go. You in my soul. I won't forget you, girl. Yeah, you let me alone. तूने पर्दा उठाया, क्या बात हो गई है ये मुलाकात वारदात हो गई। नैन मिलाए हमने एक दूजे से यूं, रात हुई फिर दिन, फिर से रात हो गई। Promise you, I promise I won't lie. I promise you, together we can fly.